നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രതി മാർട്ടിൻ്റെ വീഡിയോ സൈബർ കൊട്ടേഷനായിരുന്നു. ആ വീഡിയോ പ്രചരിപ്പിക്കാൻ ആരാണ് ഇടപെട്ടത്? അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്യുന്ന വീഡിയോ പ്രചരിപ്പിച്ചവരും ഷെയർ ചെയ്തവരുമെല്ലാം കരുതിയിരുന്നു, നിങ്ങൾക്കുള്ള പണി പിന്നാലെ വരുന്നുണ്ട്. രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണിയുടെ വീഡിയോ ഫേസ്ബുക്കിൽ പങ്കുവെച്ച 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ കൂടുതൽ അറസ്റ്റുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കുമെന്നാണ് സൂചന. കേസിൽ മാർട്ടിനെതിരെ നേരത്തെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തിട്ടുണ്ട്. നടിയെ ആക്രമിച്ച കേസിലെ രണ്ടാം പ്രതിയായ മാർട്ടിന്റെ വീഡിയോ പങ്കുവച്ച 3 പേരെ തൃശൂർ സിറ്റി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. എറണാകുളം, ആലപ്പുഴ, തൃശൂർ സ്വദേശികളാണ് പിടിയിലായവർ. ഇവർ പണം വാങ്ങി ദുരുദ്ദേശത്തോടെ വീഡിയോ ഷെയർ ചെയ്തുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. 200-ലേറെ സൈറ്റുകളിൽ ഇത്തരത്തിൽ വീഡിയോ ഷെയർ ചെയ്തതായും പോലീസ് കണ്ടെത്തി. ഈ സൈറ്റുകളെല്ലാം പോലീസ് ഇല്ലാതെയാക്കിയിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിതയുടെ 72, 75, IT ആക്ട് സെക്ഷൻ 67 ഉൾപ്പെടെ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തിയാണ് നടപടി. വീഡിയോ ഷെയർ ചെയ്തവർക്കെതിരെയും കർശന നടപടിയുണ്ടാകുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോഴും പ്രചരിക്കുന്ന പേജുകളിൽ നിന്ന് വീഡിയോ നീക്കം ചെയ്യാൻ അഡ്മിന്മാർക്ക് നിർദ്ദേശം നൽകി. സംഭവത്തിൽ കൂടുതൽ അറസ്റ്റുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കുമെന്നാണ് സൂചന. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി വീഡിയോ പോസ്റ്റ് ചെയ്ത മാർട്ടിനെതിരെ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. ഈ വീഡിയോ പങ്കുവച്ചവർക്കെതിരെയും നടപടി വേണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നും വ്യക്തിപരമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുവെന്നുമായിരുന്നു അതിജീവിതയുടെ പരാതി. മാർട്ടിന്റെ വീഡിയോയിൽ ഗൂഢാലോചന സംശയിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത്. സമൂഹ മാധ്യമങ്ങളിൽ അതിജീവിതയെ അധിക്ഷേപിക്കാനായി ആരെങ്കിലും സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ടോ എന്നതടക്കമാണ് പോലീസ് പരിശോധിച്ചത്. ജീവിതയ്ക്ക് എതിരെയുള്ള കുറിപ്പുകളിൽ സാമ്യതയുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. ന്യൂസ് 18 തൃശൂർ.